അവർ രണ്ടുപേരും പ്രായമുള്ളവരാ. ഒന്നേ മക്കളില്ല, അല്ലെ മക്കൾ അടുത്തില്ല, ശരീരത്തിന് വേണ്ട കെൽപ്പും ബലവും ഇല്ല, അത്യാവശ്യം കാര്യം അവർ നടത്തുക. അപ്പോൾ അവർ കഴിക്കുന്നവരാണെങ്കിൽ, താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളിവിടെ നല്ല മീൻ കൂട്ടാൻ വെച്ചു, അല്ലെ എൻ്റെ ഭാഷയിൽ ബീഫ് ഒലത്തി, തൊട്ടടുത്താന്നെ മണമടിക്കും. അപ്പം അത് പാകമാകുമ്പം ഒരു പാത്രത്തിനകത്ത് അല്പം എടുത്ത് അവർക്ക് കൊണ്ട് കൊടുക്കണം. ചിലപ്പോൾ ആ അപ്പനും അമ്മയും തിണ്ണയിലിരിക്കുമ്പം കാറ്റുപാങ്ങനാണെ മണം വരും. ഒലത്തുമ്പോളേ നമുക്ക് ഒലത്താൻ അറിയാമല്ലോ നന്നായിട്ട്, ഇല്ലേ? ആർക്കും ഒലത്താൻ അറിയാമല്ലേ? അയ്യോ, ഒലത്താൻ അറിയാമല്ലോ? എത്ര കൈ പൊക്കിക്കേ സഹോദരിമാര്, എല്ലാവർക്കും അറിയാം ഒലത്താൻ. അപ്പൊ നന്നായിട്ട് ഒലത്തി കഴിയുമ്പോഴേ ഒരു പാത്രത്തിനകത്ത്, വലിയ പാത്രമൊന്നും വേണ്ട, ഒരല്പം എടുത്ത് ആ അപ്പച്ചനും അമ്മച്ചിക്കും കൊണ്ട് കൊടുക്കണം. അപ്പച്ച ഞങ്ങൾ 1.5 കിലോ മേടിച്ചോളൂ, അറിയാമല്ലോ, ഇച്ചിരി ഉണ്ട്, രണ്ടുപേരും അനുഗ്രഹമല്ലേ. ഇത് മുഴുവൻ തന്നെ ഇരുന്ന് അങ്ങ് പൂണൻ്റെ തീറ്റി തിന്നുക. അത് ഞങ്ങളുടെ കഞ്ഞിമ്മയുടെ ഭാഷയാ, പൂണൻ്റെ. മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണ്ടേ, വേണ്ടേ? അപ്പുറത്തെ വീട്ടിലൊരു മരണം നടന്നു. നമ്മുടെ കേരളത്തിലെ രീതി വെച്ചാ ഞാനീ പറയണേ. അവരുടെ ബന്ധുക്കളും ചാർച്ചക്കാരും ഒക്കെ വരും. അന്നേരം ചെന്ന് പറയണം, അയ്യോ ആരെങ്കിലും വിശ്രമിക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് വരണേ, ഉള്ള സൗകര്യത്തെ നമുക്ക് ഇതൊക്കെ ചെയ്യണ്ടേ, ഇതൊക്കെ ചെയ്യണം. അങ്ങോട്ട് ഞാൻ പറയണത് കാപ്പിയൊക്കെ ഇവിടെ ഇട്ടോളാം കേട്ടോ, എനിക്ക് തന്നെ ഒക്കത്തില്ല, നിങ്ങൾ ആരെങ്കിലും ഒരാളോട് ഇങ്ങോട്ട് വിടുകയാണെങ്കിൽ ഇവിടെ ആരെങ്കിലും ഇവിടെ ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിടണേ, നിങ്ങളുടെ ബന്ധുക്കളോ ചാർച്ചക്കാരൊക്കെ വരികയല്ലോ, ഇങ്ങോട്ടൊന്ന് വിടണേ. ഇതൊക്കെ ചെയ്യണം. അല്ല ഹോളി വന്നിരുന്ന് ഇങ്ങനെ കിട്ടാന്ന് പറഞ്ഞാൽ നീട്ടി അങ്ങ് പാടും, ഹൈപ്പിച്ചാ കേട്ടോ. ആരും കേൾക്കാത്ത പാട്ടാ പുള്ളി. പ്രസംഗമൊക്കെ ഗംഭീരമാ, പുള്ളി ഇളക്കും. ആ സിസ്റ്റർ വാക്യം പെട്ടുപെട്ടുപെട്ടുപെട്ടാന്ന് പറഞ്ഞു തീരുമ്പോളേ കാവാലം. ഭയങ്കര പ്രസംഗമാ പുള്ളിയുടെ പാട്ട്. വായിക്കൊള്ളാത്ത അതൊക്കെ നല്ലതാ, പക്ഷെ നീ മറ്റു കാര്യം കൂടെ ചെയ്യണം. വേണ്ടേ? അല്ലാതെ ഓളി വന്നിരിക്കുമ്പോ